ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു വിശേഷമാണ് ഇനി 3 മണി വാർത്തയിൽ. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡാണ് ടാറ്റൂയിങ്. ടാറ്റൂ ആർട്ടിസ്റ്റായ സാൻഡ്ര റോസാണ് ഇന്ന് 3 മണി വാർത്തയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. സാൻഡ്ര, സ്വാഗതം. എല്ലാവരും ഇപ്പോൾ ടാറ്റു ചെയ്യുന്നവരാണ്. ഏറെ പേരും യുവാക്കളാണ് കൂടുതലെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ടാറ്റു ചെയ്യാത്തവർ കുറവാണ്. നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ടാറ്റു ചെയ്യുന്നത് എന്ന് പറഞ്ഞു തുടങ്ങാം. ടാറ്റു കുറേ കാലത്തിന് മുമ്പ് വരെ വലിയ ട്രെൻഡ് അല്ലാത്ത ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇന്ന് വയസ്സ് ഒരു ഇതായിട്ട് എടുത്തിട്ടല്ല, മീൻസ് നല്ല പ്രായമുള്ളവർ വരെ ടാറ്റു ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഒരു വെസ്റ്റേൺ കൾച്ചറിലും ഇത് മീൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഒരു കാലഘട്ടം വരെ. പക്ഷെ അതിനുശേഷം ഇത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ടാറ്റൂയിങ് വെസ്റ്റേൺ കൾച്ചേഴ്സിൽ ആ കൾച്ചർ ഇങ്ങോട്ടേക്കും ഇപ്പം വന്നിട്ടുണ്ട്. മീൻസ് നല്ല രീതിക്ക് ഇപ്പം കിഡ്സ് എന്നല്ല, മീൻസ് ബിലോ 18 ചെയ്തുകൂടാ, ടാറ്റു ചെയ്തുകൂടാ എന്നാണ് ലോ. ബട്ട് പേരൻസിന്റെ കൺസേൺ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പം പേരൻസ് സമ്മതിച്ച് വന്ന് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ പ്രൊഫഷണലിലുള്ളവരും ഇപ്പൊ ടാറ്റു ഒരു ട്രെൻഡായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ചെറിയ ടാറ്റു ചെയ്യുന്നതിനാണോ, അത് ദേഹം മുഴുവൻ വലിയ ടാറ്റു ചെയ്യുന്നതിനാണോ? എങ്ങനെയാണ് കേരളത്തിലൊരു ട്രെൻഡ്? ആക്ച്വലി തുടക്കത്തിലൊക്കെ ചെറിയ ടാറ്റു ചെയ്യുന്നതിലായിരുന്നു ട്രെൻഡ്. പക്ഷെ ഇപ്പം അത് മാറി വന്നേക്കുക. ആദ്യമൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ടാറ്റു എന്ന് പറയുമ്പോൾ ആൾക്കാർ ആലോചിച്ച് ഭയങ്കര കോസ്റ്റാണ്, അത് ചെയ്യാൻ പറ്റത്തില്ല, അഫോർഡബിൾ അല്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കുറേയൊക്കെ മാറി നല്ല രീതിക്ക് ഇപ്പം വലിയ ടാറ്റൂസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. ഈ പെർമനന്റ് ടാറ്റു തന്നെയാണോ എല്ലാവരും ചെയ്യുന്നത്? ടെമ്പററി ആയിട്ട് ചെയ്യുകയാണോ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക്? അല്ല, പെർമനന്റ് തന്നെയാണ് ചെയ്യുന്നത്. ടെമ്പററി ടാറ്റൂസ് കേരളത്തിൽ കുറവാണ്. ഗോവ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ടെമ്പററി ടാറ്റൂസ് കൂടുതലും ചെയ്തു വരുന്നത്. കേരളത്തിൽ ഇത് ഏത് ഏജിലുള്ള ആളുകളാണ് ഇതിൽ കൂടുതലായിട്ട്? അതായത് ഒരു 20 എബോവ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണോ, അതോ അതായത് മധ്യവയസ്സ് കഴിഞ്ഞ ആളുകളും ഇത് ഒരു ടാറ്റു ചെയ്യാനായിട്ട് എത്താറുണ്ടോ? ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? കൂടുതലും ഒരു 90% നോക്കുവാണെങ്കിൽ ഒരു 20 to 35 ഇയേഴ്സിന് ഉള്ളവരാണ് വരുന്നത്. പിന്നെ ഒരു 1% ഒക്കെ ലൈക്ക് ഒരു അതിനെക്കാട്ടിലും 35 ഇയേഴ്സിന് അപ്പുറത്തുള്ളവർ വരുന്നുണ്ട്. പിന്നെ ഇപ്പം സ്കൂൾ ചിൽഡ്രൻസിന്റെ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പേരൻസും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ, മീൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. വേറൊരു വിഷയം കൂടെയുണ്ട്. ഇത് ടാറ്റു ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ അത്തരത്തിലുള്ളൊരു വാർത്തകളും കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? എത്രത്തോളം സൂക്ഷിക്കണം നമ്മൾ ഈ കാര്യത്തിൽ? നല്ല രീതിക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നീഡിൽ വെച്ചാണ് നമ്മൾ ടാറ്റു ചെയ്യുന്നത്. നീഡിൽ ആൻഡ് ഇങ്ക് ആണ്. അപ്പം ഈ നീഡിൽ വഴി നമുക്ക് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള, ബ്ലഡ് റിലേറ്റഡ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഒരാൾക്ക് ഉപയോഗിക്കുന്ന നീഡിൽ, സ്റ്റെറിലൈസേഷൻ ഇതിലില്ല. സോ ഒരാൾക്ക് ഉപയോഗിക്കുന്ന നീഡിൽ വേറെ ഒരാൾക്ക് ഉപയോഗിച്ചുകൂടാ. ലെറ്റ് ഇറ്റ് ബി ദ ഗ്ലൗസ്. എന്തായാലും ഗ്ലൗസ് ആയാലും ക്യാപ്പ് ആയാലും ഒരാൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും വേറെ ഒരാൾക്ക് ഉപയോഗിച്ചിടാം. അതുപോലെ തന്നെ ഈ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒരു അലർജിക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് സാൻഡ്ര? അലർജിയുടെ സാധ്യത കുറവാണ്. മീൻസ് ഇങ്ക് നല്ല ഇങ്ക് ആയിരിക്കണം. ലൈക്ക് എല്ലാ മീൻസ് ലൈക്ക് കോസ്മെറ്റിക് പ്രോഡക്ട്സിനെ പോലെ തന്നെയാണ് ഇങ്കിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇങ്ക് ആണെങ്കിൽ അലർജി ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ മെറ്റാലിക് ഇങ്ക്സ് ഇറങ്ങുന്നുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, MRI സ്കാൻസ് ഒക്കെ ചെയ്യുമ്പം ദേ വിൽ ഗെറ്റ് എസ് കൺസേൺ സൈൻ ചെയ്ത് വാങ്ങിക്കും. ലൈക്ക് മീൻസ് ടാറ്റു ഉണ്ടെങ്കിൽ സൈൻ ചെയ്ത് വാങ്ങിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, MRI സ്കാൻസ് ചെയ്യുമ്പോൾ റേഡിയേഷൻ അടിക്കുമ്പം ഇത് നമ്മൾ ഓവനിലൊക്കെ ചീസ് വെച്ച് മെൽറ്റ് ആവുന്നത് പോലെ ദാറ്റ് പാർട്ട് വിൽ ഗെറ്റ് മെൽറ്റഡ്. സോ അപ്പം മെറ്റാലിക് ഇങ്ക്സ് ആണെങ്കിൽ പ്രശ്നമുണ്ട്. സോ ഓൾവേസ് ചൂസ് ടാറ്റു ചെയ്യുമ്പം ചോദിക്കുക നല്ല ഇങ്കാണോ, ഏത് കമ്പനി ഇങ്കാണ്, US മെയ്ഡ് ഇങ്കാണ് ഏറ്റവും നല്ല ഇങ്ക്. അപ്പോൾ അത് ചോദിച്ച് വേണം ചെയ്യാൻ. ഓൾറെഡി സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളവര്, ഈ ഷുഗർ ഉള്ളവര്, അങ്ങനെയുള്ളവരൊന്നും ഈ ടാറ്റുയിങ് ചെയ്യരുത് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഒരു 75% റിസ്ക് ഫാക്ടർ ആണ്. എന്നാലും ആഗ്രഹം കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ട് ആർക്കും അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ടില്ല. പക്ഷെ റിസ്ക് ഫാക്ടർ ഉണ്ട്.
എങ്ങനെയാ ഇത്, എത്ര സമയം എടുക്കും ഒരു ടാറ്റു ചെയ്യാൻ? ചെറുതാണെങ്കിൽ എങ്ങനെ, നമ്മൾ ദേഹം മുഴുവൻ ചെയ്യുന്ന ടാറ്റു അങ്ങനെ എത്ര സമയം എടുക്കും ഒരു ടാറ്റു ചെയ്തെടുക്കാൻ? ലൈക്ക് ചെറുതാണെങ്കിൽ ഇറ്റ് ടേക്സ് ഫ്രം 15 minutes to half an hour. ദേഹം മുഴുവനെ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്സ് മന്ത്സ്. മീൻസ് ഓരോ അപ്പോയിന്റ്മെന്റ് ഓരോ ലെവലായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്തെടുക്കാൻ കഴിയില്ല, പറ്റത്തില്ല. ഓരോ പാർട്ട്, കൈ, കാല് അങ്ങനെ മാറി മാറി ചെയ്ത് അത് എത്ര ദിവസത്തിന്റെ ഇടവേളയിലാണ് നമ്മൾ ചെയ്തെടുക്കുക? അതോ തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ ചെയ്യാൻ കഴിയുമോ? അല്ല, മീൻസ് ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ 2 ദിവസം പെയിൻ കാണും. അപ്പം തുടർന്നായിട്ട് അതിന്റെ തൊട്ട് ഉള്ള പാർട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് വേദന അനുഭവപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ടോ? അല്ല, ലൈക്ക് ചൊറിച്ചൽ ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഹീൽ ആവുമ്പം നമ്മൾ സാധാ ഊണ്ടിന്റെ ഹീലിംഗ് പ്രോസസ് തന്നെയാണ്. അപ്പം ഇത് ഊണ്ട് ഹീൽ ആവുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചൊറിച്ചലുണ്ടാവും, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ അതിൽ വെള്ളം തട്ടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും, വെയിൽ കൊള്ളാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും സൂക്ഷിക്കേണ്ടത്? പ്രിക്കോഷൻസ് ഉണ്ട്. സീ വാട്ടർ, സോൾട്ട് വാട്ടർ പാടില്ല, ക്ലോറിനേറ്റഡ് വാട്ടർ പാടില്ല. മീൻസ് ഇത് ഹീൽ ആവുന്നത് വരെ. പിന്നെ നമ്മളെ ടാറ്റു ഫെയ്ഡ് ആവും, ചെയ്ത ടാറ്റു ആർട്ടിസ്റ്റ് ശരിയായിട്ട് ചെയ്തില്ല എന്നുള്ള ഒരു ധാരണയാണ് നമ്മളുടെ ഇടയ്ക്കുള്ളത്. പക്ഷെ അതല്ല റീസൺ. നമ്മുടെ UV റേസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ നമ്മളെ ടാറ്റൂസ് ഫെയ്ഡ് ആവുന്നതിന് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം സൂര്യവെട്ടം അധികം തട്ടാതെ അതിനെ കവർ ചെയ്ത് കൊണ്ട് നടക്കാൻ ശ്രമിക്കുക, അത് ഹീൽ ആവുന്നത് വരെ. പിന്നെ ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫെയ്ഡിങ്ങിന് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആണ് നമ്മളെ ബോഡിക്കകത്ത് പോയേക്കുന്ന ഇങ്ക് എന്ന് പറയുന്നത്. അപ്പം ദേ ട്രൈ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇങ്ക്. അപ്പം അതുകൊണ്ട് അവർ കുറേ ഇങ്കിനെ കഴിക്കും. നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റംസ് അവർക്ക് പറ്റാതെ വരുമ്പോൾ പുതിയ സെൽസിനെ അവർ ഇൻവേഡ് ചെയ്ത്, മാക്രോഫേജസ് എന്ന് പറയുന്ന സെൽസിനെ ഇൻവേഡ് ചെയ്ത് ഇതിനെ കഴിക്കാൻ തുടങ്ങും. അപ്പം ഫേഡിങ് ഇസ് എ പാർട്ട് ഓഫ് ടാറ്റു. അത് ഫേഡ് ആകും ടാറ്റു എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് 1 year ഇടവിട്ട് വി ഹാവ് ടു ടച്ച് അപ്പ് ദ ടാറ്റു, അതിന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ എങ്ങനെയാണ്, ഒരു ഏത് തരത്തിലാണ് ആളുകളെ ഡിസൈനുകളെല്ലാം ആവശ്യപ്പെടുന്നത്? ഏത് തരത്തിലുള്ള ഈ ടാറ്റൂല് 3 type ഓഫ് ടാറ്റൂസ് ഉണ്ട്. ഒന്ന് ലൈക്ക് ഒന്നും അർത്ഥങ്ങൾ കാണത്തില്ല, ദേ വോണ്ട് എ ടാറ്റു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ടാറ്റു ടൈപ്പ് ഉണ്ട്. പിന്നെ അലങ്കാരത്തിന് വേണ്ടിയാണ് അതിനെ പറയുന്നത്. പിന്നെ രണ്ടാമത്തത് പിക്ടോറിയൽ ഡെപ്പിക്ഷൻ. അതായത് ഒരു പിക്ചർ, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, കുട്ടികളായിരിക്കാം, അവരുടെ പിക്ചർ കൊണ്ടുവന്നിട്ട് അതുപോലെ മീൻസ് അവരെ പിക്ചർ ഡെപ്പിക്ട് ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട്. മൂന്നാമത്തത് സിമ്പിൾസ്, അർത്ഥങ്ങളുള്ള ടാറ്റു ഉണ്ട്. ലൈക്ക് ലക്ക് കൊണ്ടുവരുന്ന ടാറ്റു ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, സെമിക്കോളം എന്നൊരു ടാറ്റു ഉണ്ട്. ദാറ്റ്സ് ദ സിമ്പിൾ ഓഫ് സെമിക്കോളം. അതെന്താന്ന് വെച്ചാൽ ഡിപ്രഷൻ, മെന്റൽ ഇൽനെസ് ഒക്കെ ഓവർകം ചെയ്തവരാണ് ആ ടാറ്റു ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു മീൻസ് ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല, വി ഹാവ് ടു മൂവ് ഫോർവേഡ് എന്നുള്ളതിന് അവർ വേറെ ഒരാൾക്ക് മെസ്സേജ് കൊടുക്കുന്ന, മീൻസ് ഐ ഹാവ് ഓവർകം ദിസ് ഇൽനെസ്. അപ്പം അത് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ടാറ്റു ചെയ്യുന്നത്. ഇങ്ങനെ കുറേ സിമ്പിൾസ് ഉണ്ട്. പീസ്, ലൈക്ക് അങ്ങനെ എല്ലാം നമ്മുടെ മൂഡ് അറിയിക്കാനുള്ള ഒരു ടാറ്റൂയിങ് കൂടിയാണോ ഇപ്പൊ എല്ലാവരും അങ്ങനെയാണോ സ്വീകരിച്ചു വരുന്നത്? അത് കേരളത്തിൽ മാത്രമാണോ അങ്ങനെ, അതോ മൊത്തം ഒരു ട്രെൻഡ്, വേൾഡ് വൈഡ് ട്രെൻഡ് തന്നെ അങ്ങനെയാണോ? അങ്ങനെയാണ്, വേൾഡ് വൈഡ് ട്രെൻഡ് അങ്ങനെയാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ പ്രിസണേഴ്സിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് വരെ ടാറ്റു ആയിട്ട് കോഡായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ലൈക്ക് ടിയർ ടാറ്റൂസ് എന്നൊക്കെ US കൺട്രീസിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ടിയർ ടാറ്റൂസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മീൻസ് മർഡർ ചെയ്യാനായിട്ട് ശ്രമിച്ചവർക്കൊക്കെ ടിയർ ടാറ്റൂസ് എന്ന് പറഞ്ഞ് ടിയറുടെ സിമ്പിളിൽ കണ്ണിന്റെ താഴെ, മീൻസ് അപ്പോൾ ഒരാൾക്ക് വെളിയിലിറങ്ങി പുള്ളിക്കാരൻ നടക്കുമ്പം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഒന്നിൽ അറ്റംപ്റ്റ് ചെയ്ത ആള് ഇല്ലെങ്കിൽ മർഡർ ചെയ്തിട്ടുള്ള ആള് എന്നുള്ളത്. അങ്ങനെ കുറേ സിമ്പിൾസ് ചെയ്യുന്നുണ്ട്. ഈ ടാറ്റൂയിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ലൈക്ക് ഇഞ്ച് കോസ്റ്റ് ആണ് പറയുന്നത്. സ്റ്റാർട്ടിങ് ലൈക്ക് ഓരോരുത്തരും ഓരോ ടാറ്റൂയിസ്റ്റും ഓരോ റേറ്റ് ആണ് അവർ ഫിക്സ് ചെയ്തേക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഓൺ സ്കിൽസ്. അപ്പം ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റായിട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ടാറ്റു എന്ന് പറയുന്നത് ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഡെലിക്വന്റ്, തഗ്, അങ്ങനത്തെ ആൾക്കാരാണ് ജീവിതത്തിൽ അറോഗന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചിന്ത മാറി ടാറ്റു എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യാം, ഇറ്റ്സ് ആൻ ആർട്ട്, എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഒരു ലൈക്ക് ദ ഓൺലി തിങ്, ഒരേ ഒരു കാര്യം മാത്രമേ മീൻസ് നമ്മൾ മരണപ്പെടുമ്പം നമ്മളെ കൂടെ വരുന്നുള്ളൂ. മീൻസ് ലൈക്ക് നമ്മൾ ഓർണമെന്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും
അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഇഫ് യു ഹാവ് എൻ ആർട്ട് ഇൻ യുവർ ബോഡി അത് നിങ്ങളുടെ കൂടെ തന്നെ കാണും. അത് മാത്രമല്ല ഹൂ യു ആർ എന്ന് പറയുന്നതിന് വെളിയിലൊരാൾ കാണുമ്പം നിങ്ങളുടെ ദേഹത്ത് ഉള്ള ടാറ്റൂസ് വെച്ച് ഹൂ യു ആർ ഒരു പിക്ചർ കിട്ടും. മീൻസ് ചിലവർക്കൊക്കെ സ്കള്ള് വേണം, ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം, ലൈക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസ് ചെയ്യണം. അത് ഓരോരുത്തരുടെ അകത്തുള്ള മനസ്സിന്റെ ഒരു ഇതാണ് വെളിയിൽ അവർ ആഗ്രഹമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ടാറ്റു എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ ഒരു മീൻസ് ഓരോരുത്തരുടെ തിങ്കിങ് വേറെ ആയിരിക്കും. അഭിപ്രായത്തിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് മീൻസ് അങ്ങനെ ഒതുക്കി വെക്കേണ്ട ഒരു സംഭവം ഒന്നുമല്ല. ഇറ്റ്സ് ആൻ ആർട്ട്, അത്രയേ ഉള്ളൂ. പെൺകുട്ടികളും ഈ ടാറ്റു കൂടുതലായിട്ട് ചെയ്യാൻ എത്തുന്നില്ലേ? ഇപ്പോഴല്ലേ പെൺകുട്ടികളും കൂടെ ടാറ്റു ചെയ്യുന്ന ഒരു ട്രെൻഡ് വന്നു തുടങ്ങിയത്? ഒരുപാട് പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പം വീട്ടിൽ പെർമിഷൻ കിട്ടുന്നതാണ് ഏറ്റവും വലിയ. കുറെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ തന്നെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. എന്നാലും ചിലവർക്കൊക്കെ പെർമിഷൻ കിട്ടാൻ വലിയ നമ്മളെ സൊസൈറ്റി എത്ര ഇതാണെന്ന് പറഞ്ഞാലും വി ഡിപ്പെൻഡ് ഓൺ യുവർ ഫാമിലി, ഹസ്ബൻഡ്, വിമൻസ് എസ്പെഷ്യലി വിമൻസ് ആണ് ഡിപ്പെൻഡ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പെർമിഷൻ കിട്ടാതെ ഭയങ്കര സങ്കടമാണ് അവർക്ക്. വന്ന് ടാറ്റു സ്റ്റുഡിയോയിൽ വന്ന് എല്ലാം ഇരുന്നിട്ട് ചെയ്യാൻ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും ചെയ്യാൻ കാണുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സങ്കടമാണ് ചെയ്യാൻ പറ്റുന്നത്. ഈ ടാറ്റു സ്റ്റുഡിയോകളിൽ വന്ന് ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതത്വമല്ലേ? അതെ, റോഡ് സൈഡിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ പച്ചകുത്തുന്നതിന്റെ ഒരു റെന്യൂഡ് ഫോമാണ് ടാറ്റൂയിങ് എന്ന് പറയുന്ന. പക്ഷേ ഈ റോഡ് സൈഡിലൊക്കെ ചെയ്യുമ്പം നീഡിൽസ് മാറ്റാറില്ല, ഇങ്ക് മാറ്റാറില്ല, വെരി ലോ കോസ്റ്റിലുള്ള ഇങ്കാണ് ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് അസുഖങ്ങൾ ലൈക്ക് HIV, ജോണ്ടിസ്, അങ്ങനെ നമ്മൾ ബ്ലഡ് റിലേറ്റഡ് ഡിസീസസ് ഒരുപാട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നന്ദി സാന്ദ്ര. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും ടാറ്റൂയിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു സാൻഡ്ര റോസ് 3 മണി വാർത്തയിൽ. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.